പാലക്കാട് ചിറ്റൂരിൽ ഓവിൽ അകപ്പെട്ട് ഒരാൾ മരിച്ചിരിക്കുന്നു. ഒരാൾക്കായുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ചിറ്റൂർ പുഴയിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ശ്രീഗൗതം എന്നയാളാണ് മരിച്ചിരിക്കുന്നത്. ഓവിൽ അകപ്പെട്ട രണ്ടുപേരിൽ ഒരാൾ ശ്രീഗൗതമായിരുന്നു. ശ്രീഗൗതമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റൊരാൾക്കായി ചിറ്റൂർ പുഴയിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തത്സമയം നിരവധി വാർത്തകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ടോപ്പ് ഹെഡ്ലൈൻസ് നോക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായി എന്ന ആരോപണത്തിൽ ഡോക്ടർ ഹാരിസിനെതിരായ വകുപ്പ് തല അന്വേഷണം അവസാനിപ്പിച്ചു. ആർക്കെതിരെയും നടപടിക്ക് ശുപാർശ ഉണ്ടാകില്ല എന്ന സൂചന. വാർത്താ സമ്മേളനത്തിനിടെ ഫോണിൽ വിളിച്ചത് താനാണ് എന്ന് DME ഡോക്ടർ വിശ്വനാഥൻ. ഉപകരണങ്ങളോ ബില്ലോ തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ഡോക്ടർ ഹാരിസ്. 5 ദിവസത്തെ അവധിക്ക് ശേഷം ഹാരിസ് ഡ്യൂട്ടിയിൽ. അർജന്റീനിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനം മുടങ്ങിയതിൽ സംസ്ഥാന സർക്കാരിനെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. സർക്കാർ കരാർ പാലിച്ചില്ല എന്ന് അസോസിയേഷൻ പ്രതിനിധി ലിയാൻഡ്രോ പീറ്റേഴ്സൺ. സർക്കാർ വ്യക്തത വരുത്തണമെന്ന് കോൺഗ്രസ്. വിശ്വാസ്യമല്ലാത്ത സ്ക്രീൻഷോട്ടുകളാണ് പ്രചരിക്കുന്നതെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. യഥാർത്ഥ പ്രൊഫൈലാണെങ്കിൽ കരാർ ലംഘനം നടത്തിയത് FI ആണ് എന്ന് മന്ത്രി. ലിയാൻഡ്രോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു വാട്സപ്പ് ചാറ്റ് തരുന്നു. എൻ്റെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ ഈ സാധനത്തിൽ ഈ ഒരു എന്താ പറയുക പ്രൊഫൈലല്ല, വിശ്വാസ്യതയില്ലാത്തൊരു ചാറ്റാണ്. എങ്കിൽ അദ്ദേഹത്തോട് കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കൊരു കത്ത് തരാൻ പറയാം. EP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കൊടി സുനിക്കെതിരെ കേസെടുത്ത് പോലീസ്. നടപടി പോലീസ് അകമ്പടിയിൽ നടത്തിയ പരസ്യ മദ്യപാനത്തിന്റെ പേരിൽ. മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കെതിരെയും കേസ്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ രജിസ്ട്രാർ പോര് തുടരുന്നു. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ ശമ്പളം പിടിച്ചുവെച്ച് VC. ശമ്പള പട്ടികയിൽ KS അനിൽകുമാറിന്റെ പേരില്ല. ധർമ്മസ്ഥല കൊലപാതക ആരോപണത്തിൽ നിർണായക വെളിപ്പെടുത്തൽ. ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് നേരിൽ കണ്ടുവെന്ന് ധർമ്മസ്ഥല സ്വദേശിനി. കല്ലേരി പെട്രോൾ പമ്പിനടുത്ത് മൃതദേഹങ്ങൾ മറവ് ചെയ്തുവെന്ന് മൊഴി. SIT അന്വേഷണവുമായി സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചു. ബാഹുബലി മലയിൽ തെളിവെടുപ്പ്. ആലപ്പുഴ മാവേലിക്കരയിൽ പാലം തകർന്ന് 2 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ നടപടിയെടുത്ത് പൊതുമരാമത്ത് വകുപ്പ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവർക്ക് സസ്പെൻഷൻ. പാലം നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തും. വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി മുഹമ്മദ് റിയാസ്. നടപടി പൊതുമരാമത്ത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ആലപ്പുഴയിലെയും ഏറ്റുമാനൂരിലെയും തിരോധാന കേസുകളിൽ നിസ്സഹകരണം തുടർന്ന് പ്രതി സെബാസ്റ്റ്യൻ. കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയെ പരിചയമുണ്ട് എന്ന് മാത്രം മൊഴി. ജൈനമ്മയുടെ ഫോൺ എവിടെയെന്നതിൽ ഇരുട്ടിൽ തപ്പിയ അന്വേഷണ സംഘം. കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങളുടെ DNA പരിശോധനാ ഫലം അടുത്ത ദിവസം ലഭിക്കുമെന്ന് പ്രതീക്ഷ. രാജ്യത്ത് അംഗീകാരമില്ലാത്ത 334 രാഷ്ട്രീയ പാർട്ടികളെ ഒഴിവാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒഴിവാക്കിയ പാർട്ടികളിൽ RSP-Bയും. നടപടി തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ വെളിപ്പെടുത്തലുമായി വ്യോമസേനാ മേധാവി. ഇന്ത്യ 6 പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്ന് എയർ ചീഫ് മാർഷൽ AP സിംഗ്. തിരിച്ചടിയിലൂടെ പാകിസ്ഥാന് വ്യക്തമായ സന്ദേശം നൽകിയെന്നും വ്യോമസേനാ മേധാവി. Mostly from, I'm talking about fighter aircraft are from S-400. We have at least 5 fighters confirmed killed and 1 large aircraft, which could be either an Elint aircraft or an AWNC aircraft, which was taken out at a distance of about 300 kilometers. ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ തുടരുമെന്ന് അമേരിക്ക. ഇന്ത്യ പ്രധാന പങ്കാളിയെന്നും അമേരിക്കൻ വിദേശകാര്യ വകുപ്പ്. ട്രംപ് പങ്കുവച്ചത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലുള്ള ആശങ്കയാണെന്നും അമേരിക്കൻ വിദേശകാര്യ വകുപ്പ്.